കൊല്ലം കൊട്ടാരക്കര ചന്ദനത്തോപ്പ് സ്വദേശിയായ വിപഞ്ചിക മണിയനെയും മകൾ വൈഭവിയെയും ഷാർജയിലെ അൽ നഹദയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതും അതിനെ തുടർന്ന് ഭീകരമായ ശാരീരിക മാനസിക ഉപദ്രവങ്ങൾ കൂടി കടന്നുപോയാണ് വിപഞ്ചിക അങ്ങനെ ഒരു തീരുമാനമെടുത്തെന്ന് തെളിയിക്കുന്ന ആത്മഹത്യാക്കുറിപ്പുമൊക്കെ പുറത്തുവന്നു. ദുബായിലെ സ്വകാര്യ കമ്പനിയിലെ HR വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന വിപഞ്ചിക തൊട്ടിൽക്കയറിന്റെ രണ്ടറ്റത്തുമായി തന്റെ പൊന്നോമനെയും ചേർത്ത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് വിഷമത്തോടെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന സംശയം ബാക്കി നിൽക്കുകയാണ് ഈ വിഷയത്തിൽ പുതിയ വഴിത്തിരിവ് വന്നിരിക്കുന്നത്. വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷിൻ്റേത് എന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി ചിത്രങ്ങളാണ് പ്രചരിക്കുന്നത്. ഈ ചിത്രങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ അയാളുടെ സ്വഭാവ വൈകല്യത്തിന്റെ സൂചനകളാണിത്. വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ അസ്വാഭാവികം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും റീപോസ്റ്റ്മോർട്ടം നടത്താനും ഒക്കെ കുടുംബം ആലോചിക്കുന്ന വേളയിൽ അമ്മ ഷാർജയിൽ എത്തിയ സാഹചര്യത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ നിതീഷും കുടുംബവും തടയാൻ ശ്രമിക്കുന്നതായൊക്കെ റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇതെല്ലാം അതിജീവിച്ചും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതിനിടെ നിതീഷിനും കുടുംബത്തിനുമെതിരെ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിതീഷിൻ്റെതായി സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്തരം ചിത്രങ്ങൾ പ്രചരിക്കുന്നത്. പലതും ലേഡീസ് ഇന്നോവെയർ ധരിച്ച വൈകൃതപരമായി തോന്നുന്ന ചിത്രങ്ങളാണ്. വിപഞ്ചിക്കരെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് എന്ന രീതിയിലാണ് ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. വെഡിങ് ലേഡീസ് ഇന്നോവെയർ എന്ന പേരിൽ നിതീഷിന്റെ ചിത്രം വ്യാപകമായി പ്രചരണം നേടുന്നുണ്ട്. ഭർത്താവ് നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണ്. കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ട ശേഷം അത് ബെഡ്റൂമിൽ വേണമെന്ന് ആവശ്യപ്പെടും എന്നതടക്കം വിപഞ്ചിക തന്റെ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരുന്നു. പോൺ വീഡിയോകളോടും പോൺ സൈറ്റുകളിലെ ക്യാരക്ടർ റോൾ പ്ലേയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളോടുമൊക്കെ വിപഞ്ചികയെ നിർബന്ധിച്ചിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ലൈംഗികത ആസ്വദിക്കുക എന്നതൊക്കെ സ്വാഭാവികമായി ഒരു മനുഷ്യനുണ്ടാവുന്ന കാര്യമാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി ലൈംഗിക വൈകൃതത്തിന് അഥവാ പാരാഫീലിയയ്ക്ക് അടിമപ്പെട്ടവരാണ് ഇങ്ങനെയുള്ള ക്രൂര വിനോദങ്ങളിലൂടെ ആനന്ദം കണ്ടെത്തുന്നത് എന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് നിതീഷിന്റെ ഫോട്ടോ ആണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിതീഷിന് കൃത്യമായ മെഡിക്കൽ ചെക്കപ്പിലൂടെ ഇത് ഉറപ്പാക്കേണ്ടി വരും.